ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കൈൻമാസ്റ്റർ എന്ന ആപ്ലിക്കേഷൻ്റെ പാർട്ട് 2 ട്യൂട്ടോറിയലാണ്. പാർട്ട് 1 കാണാത്തവർക്കായിട്ട് നമ്മൾ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ തുറക്കുക. അതിനുശേഷം ക്രിയേറ്റ് ന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആസ്പെക്ട് റേഷ്യോ 16:9 സെലക്ട് ചെയ്യുക. കാരണം യൂട്യൂബിലേക്കൊക്കെയാണ് നിങ്ങളിപ്പോൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ആ റേഷ്യോയാണ് വേണ്ടത്. അപ്പോൾ അത് സെലക്ട് ചെയ്യും. പിന്നെ വേറെ ഏതെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 16:9 നമ്മൾ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്തു മുകളിൽ. അതിനുശേഷം മീഡിയയിൽ പോയിട്ട് നിങ്ങളുടെ വീഡിയോ ഫയൽ എടുത്തിട്ട് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് ഞാൻ വീഡിയോ ഫയൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഓരോ ടൂളുകൾ എങ്ങനെയാണ് ഇതിൽ അപ്ലൈ ആവുന്നതെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ടൂള്, ആദ്യം വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പം മുകളിൽ കത്രികയുടെ ചിഹ്നം കാണാം, അതിൽ സെലക്ട് ചെയ്യുക. അതിൽ ആദ്യത്തെ 3 എണ്ണത്തിനെ കുറിച്ച് നമ്മൾ പാർട്ട് 1 പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിലത്തെ 4ാമത്തെ ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. സ്പ്ലിറ്റ് ആൻഡ് ഇൻസെർട്ട് ഫ്രീസ് ഫ്രെയിം. അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് നോക്കാം നമുക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് അടിയിലൊരു വ്യത്യാസം കാണാൻ സാധിക്കും. അവിടെ ഒരു ഫോട്ടോ പോലെ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഈ റെഫറൻസ് ലൈനിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന വീഡിയോയുടെ ഭാഗത്ത് ഒരു ഫ്രെയിം അതിൻ്റെ ഇടയിൽ കയറി വന്നിട്ടുണ്ട്. ഇനി വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ. അവിടെ എത്തുമ്പോൾ കണ്ടോ, ആ ഫ്രെയിം സ്റ്റക്കായിട്ട് പിന്നെ വീണ്ടും വീഡിയോ പ്ലേ ചെയ്ത് പോകുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഉപയോഗം. ഞാൻ എന്തായാലും അൺഡു ചെയ്യാൻ പോകണം കേട്ടോ. നമ്മൾ ഒരു കാര്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അൺഡു ചെയ്തിട്ടാണ് വീണ്ടും അടുത്ത ടൂൾ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ അൺഡു ചെയ്യാനായിട്ട് ലെഫ്റ്റ് സൈഡിൽ മുകളിലൊരു സർക്കിൾ ഏരോ കാണാം, അത് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് വീണ്ടും പഴയപടിയായിട്ട്. ഇനി അടുത്ത ടൂൾ നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് വീണ്ടും വീഡിയോ സെലക്ട് ചെയ്ത അടിയിൽ. അതിനുശേഷം അടുത്ത ടൂളായിട്ട് വരുന്നത് പറഞ്ഞാൽ സ്പീഡാണ്. ഇനി സ്പീഡ് എന്ന് പറയുമ്പോൾ പേര് കേൾക്കുന്ന പോലെ തന്നെ വീഡിയോയുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ തന്നെയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പീഡിലൊക്കെ സെലക്ട് ചെയ്യാം. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് മ്യൂട്ട് ഓഡിയോ എന്ന് കാണുന്നുണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയുടെ കംപ്ലീറ്റ് ഓഡിയോ മ്യൂട്ട് ആവുന്നതാണ്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ കീപ്പ് പിച്ച് എന്ന് കാണുന്നുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഓഡിയോയുടെ പിച്ചിൽ വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കീപ്പ് പിച്ച് എന്നുള്ളതിൽ ഓപ്ഷൻ അവർ കൊടുത്തിരിക്കുന്നത്. ഇനി സ്പീഡിൻ്റെ തൊട്ട് താഴെ വരുന്നതെന്ന് പറഞ്ഞാൽ റിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ റിവേഴ്സ് എന്നുള്ളത് കേൾക്കണ പോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ്ലി റിവേഴ്സ് ഓർഡറിൽ വരും. റിവേഴ്സ് ആവുന്നതാണ് വീഡിയോ. അത് ഒന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് കാണിച്ചുതരാം. ഇത് ഈ റിവേഴ്സിങ് പ്രോസസ്സ് നടക്കാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കംപ്ലീറ്റ്ലി വെയിറ്റ് ചെയ്യണില്ല അതിന് മുന്നേ ക്യാൻസൽ അടിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് വരാൻ പോകുന്ന അടുത്ത ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ റിവേഴ്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓഡിയോയും റിവേഴ്സ് ആവില്ല എന്നാണ്. ശരിയാണ്, ഇതിൻ്റെ ഓഡിയോയും റിവേഴ്സ് ആവും. അപ്പോൾ ആ പ്രോബ്ലം പരിഹരിക്കാനായിട്ടാണ് നമുക്ക് വേറൊരു ടൂൾ ഉള്ളത്. അതിനായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് ഓഡിയോനെ നമ്മൾ വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് മെനുവിൽ എക്സ്ട്രാക്റ്റ് ഓഡിയോ എന്നുള്ളത്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോയിൽ നിന്ന് ഓഡിയോ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ് അടിയിൽ ഇപ്പോൾ പച്ച കളറിൽ നീളത്തിൽ കാണുന്നത് ഓഡിയോ. ഇനി ആ ഓഡിയോനെ നമുക്ക് എഡിറ്റൊക്കെ ചെയ്യാൻ പറ്റും. അതിനായിട്ട് ആ ഓഡിയോയിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ ട്രിം ഓർ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടല്ലോ, അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഡിയോയുടെ ഇടത്തോട്ടോ വലത്തോട്ടൊക്കെ കട്ട് ചെയ്ത് കളയാം. ട്രിം ടു ലെഫ്റ്റ് ഓഫ് പ്ലേ ഹെഡ്, ട്രിം ടു റൈറ്റ് ഓഫ് പ്ലേ ഹെഡ്, പിന്നെ സ്പ്ലിറ്റഡ് പ്ലേ ഹെഡ് എന്ന് പറഞ്ഞാൽ ഓഡിയോനെ അവിടെ വെച്ച് മുറിച്ച് രണ്ട് പാർട്ടാക്കാം. എന്നിട്ട് വേറൊരു ഓഡിയോ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് കയറ്റൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയുന്നുള്ളൂ. ഇനി ബാക്കിയുള്ള പാനൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് എങ്ങനെ അതിൻ്റെ അപ്ലിക്കേഷൻസ് വരുന്ന നമുക്ക് സംസാരിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.